മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു. ജീവിതത്തിൽ രണ്ടു കാര്യങ്ങൾ പഠിക്കുക. ആദ്യത്തേത് നിശബ്ദത പാലിക്കുക, രണ്ടാമത്തേത് ക്ഷമിക്കുക. കാരണം നിശബ്ദതയേക്കാൾ വലിയ ഉത്തരമില്ല, ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയുമില്ല. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം ശാന്തമാകും. ഈ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ സ്നേഹമാണ് സൗഹൃദം. ഒന്നും ആവശ്യപ്പെടാത്തതും വ്യവസ്ഥകളില്ലാത്തതുമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് സൗഹൃദം. ആത്മവിശ്വാസം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണ് എങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നമ്മെ ഒരുപാട് വിഷമിപ്പിക്കും. വിമർശനത്തെ ഭയന്ന് നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ലക്ഷ്യം നേടുമ്പോൾ തന്നെ വിമർശിക്കുന്ന ആളുകളുടെ അഭിപ്രായം പലപ്പോഴും മാറുന്നു. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും. പലതവണ വാക്ക് തെറ്റിച്ച ഒരാളെ വീണ്ടും വിശ്വസിക്കുന്നത് നന്നായി ആലോചിച്ച് വേണം. മുറിവിൽ മരുന്നാകുമെന്ന് തോന്നും, മുറിഞ്ഞിടത്ത് തന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ആണെന്ന് പിന്നീട് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് എത്രമാത്രം സത്യസന്ധത കാണിച്ചാലും ഏതെങ്കിലും സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും നമ്മളറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതായിരിക്കും ചുറ്റുമുള്ളവർ കാണാൻ കഴിയുക. അതുകൊണ്ട് ആരോടും കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ നിൽക്കരുത്. ഏറ്റവും ധൈര്യം വേണ്ടത് വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കും എന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. എല്ലാത്തരം അനുഭവങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഒരുപക്ഷെ അതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാവാം. ചിലത് മറക്കാതെ ജീവിക്കാനുള്ളതും ചിലത് മറന്നുകൊണ്ട് ജീവിക്കണം എന്നും നമ്മളെ പഠിപ്പിക്കുന്നതാവാം. ആവശ്യത്തിനായുള്ള സ്നേഹം ഒക്കെ ആവശ്യം കഴിയുമ്പോൾ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം അത് സാഹചര്യം മാറുമ്പോൾ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം സ്വന്തമാക്കുന്നതോടെ തീരും. എത്ര ഉത്കണ്ഠപ്പെട്ടാലും ഭാവിയെ മാറ്റാൻ കഴിയില്ല. എന്നാൽ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നുവോ അത് വർത്തമാനകാലത്തെ മാറ്റുന്നു. അമിതമായ ചിന്തിക്കുന്നത് നിർത്തുക. അതിലൂടെ നിങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. സത്യത്തിൻ്റെ തോണി ഉലഞ്ഞേക്കാം, പക്ഷേ അതൊരിക്കലും മുങ്ങില്ല. മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. അഹംഭാവം നിറഞ്ഞ ഒരു വ്യക്തി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സന്തോഷിക്കുന്നു. സംസ്കാരം നിറഞ്ഞ ഒരു വ്യക്തി വണങ്ങിയും മറ്റുള്ളവരെ ബഹുമാനിച്ചും സന്തോഷിക്കുന്നു. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ പരിഗണന തന്നെയാണ്. നമ്മളെ പരിഗണിക്കുന്നിടത്താണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനസ്സ് വെമ്പുന്നത്.